ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടോമൊബൈൽ എ സി സിസ്റ്റത്തിലെ റെഫ്രിജറൻറ്റ് ലീക്കേജിനുള്ള കാരണങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ കാരണം എൻജിൻ വൈബ്രേഷൻ വിച്ച് കോസസ് റെഫ്രിജറൻറ്റ് ലൈൻ കണക്ഷൻ ടു ബിക്കം ലൂസ്. ഓട്ടോമൊബൈൽ എ സി സിസ്റ്റത്തിൽ കംപ്രസർ വർക്ക് ചെയ്യുന്നത് ആ വാഹനത്തിൻ്റെ എൻജിനിൽ നിന്നുള്ള പവർ ഔട്ട്പുട്ട് കൊണ്ടാണ്. കൂടാതെ വാഹനം സഞ്ചരിക്കുന്നതും ഇതേ ഔട്ട്പുട്ട് കൊണ്ട് തന്നെയാണ്. അപ്പോൾ വാഹനം സഞ്ചരിക്കുന്ന സമയത്തും എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്തും വളരെ ശക്തിയായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാകുന്നു. ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് കംപ്രസറിനെയാണ്. കാരണം കംപ്രസർ വണ്ടിയുടെ എൻജിൻ ബ്ലോക്കുമായിട്ടാണ് അതിൻ്റെ കൂടി ചേർത്താണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ എൻജിനിൻ്റെ അകത്തുള്ള വൈബ്രേഷൻ അതുപോലെ തന്നെ കംപ്രസർ അനുഭവപ്പെടുന്നു. അപ്പോൾ കംപ്രസറിൽ ഉള്ള റെഫ്രിജറൻറ്റ് ലൈൻ കണക്ഷന് അത് ഡാമേജ് ഉണ്ടാകുന്നു. അപ്പോൾ കാലക്രമേണ അത് ലൂസ് ആകുന്നു. അപ്പോൾ ലൂസ് ആകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കൂടുകയും അതുവഴിയുള്ള ലീക്കിൻ്റെ എമൗണ്ട് കൂടുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാരണം എസ്കേപ്പ് ത്രൂ ദ വോൾസ് ഓഫ് റബ്ബർ ഹോസസ്. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഓട്ടോമൊബൈൽ എ സി സിസ്റ്റത്തിൽ എല്ലാ കണക്ഷനുകളും റബ്ബർ ഹോസ് കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എ സിയിൽ ഒരു സിസ്റ്റത്തിലെ ലൈൻ കണക്ഷൻസ് എല്ലാം കോപ്പറിൻ്റെ ട്യൂബ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം കോപ്പർ ഏറ്റവും കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെറ്റൽ ആയതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു വാഹനത്തിനുള്ളിൽ നമ്മൾ കോപ്പർ ട്യൂബ് ഉപയോഗിക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ആ എൻജിനിൽ നിന്നുള്ള ഹീറ്റ് നമ്മൾ എ സി സിസ്റ്റത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോപ്പർ ഉപയോഗിക്കാതെ നമ്മൾ റബ്ബർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റബ്ബർ ഹോസസ് കണക്ട് ചെയ്യുന്നത് ഫ്ലെയർ നെറ്റ് പോലുള്ള സംവിധാനം ഉപയോഗിച്ചാണ്. അപ്പോൾ ഫ്ലെയർ നെറ്റ് നമ്മൾ എത്ര ശക്തിയായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാലും കാലക്രമേണ അത് വാഹനം സഞ്ചരിക്കുമ്പോഴും എൻജിൻ വർക്ക് ചെയ്യുമ്പോഴും ഉള്ള വൈബ്രേഷൻ കൊണ്ട് ഈ ഫ്ലെയർ നെറ്റ് കണക്ഷൻസ് ലൂസ് ആവുന്നു. അപ്പോൾ ലൂസ് ആവുന്ന ആ ഗ്യാപ്പിനകത്തൂടെയാണ് റെഫ്രിജറൻറ്റിൻ്റെ ലീക്കേജ് കൂടുതൽ വരുന്നത്. അപ്പം ഒരു റബ്ബറിൻ്റെ ഹോസ് ഡാമേജ് ആകുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും പശ വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വെച്ചോ അത് ഒട്ടിക്കാൻ സാധ്യമല്ല. കാരണം ഇതിൻ്റെ അകത്തുള്ള ശക്തിയായ പ്രഷർ കൊണ്ട് അത് എത്ര നമ്മൾ ശക്തിയായിട്ട് ഒട്ടിച്ചാലും ആ ഗ്യാപ്പിൽ കൂടെ ആ റെഫ്രിജറൻറ്റ് വെളിയിൽ വരികയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ലൈൻ ഡാമേജ് ആണെങ്കിൽ ആ ലൈനും കൂടാതെ അനുബന്ധമായിട്ടുള്ള ഫ്ലെയർ നട്ടുകളും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ കാരണം ഷാഫ്റ്റ് സീൽ ഡ്രൈ ഡ്യൂ ടു നോൺ യൂസ് ഓഫ് എ സി ഫോർ എ ലോങ്ങർ പീരീഡ്. അതായത് നമ്മളൊരു വാഹനത്തിനുള്ളിലെ എ സി കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ കംപ്രസറിൽ ഷാഫ്റ്റ് സീൽ എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ഷാഫ്റ്റ് സീൽ ഉപയോഗിക്കുന്നത് കംപ്രസറിൽ കൂടെ ഷാഫ്റ്റിൻ്റെ സൈഡിൽ കൂടെയുള്ള ആ റെഫ്രിജറൻറ്റ് ലീക്കേജ് ഒഴിവാക്കാനാണ്. അപ്പോൾ കുറേ നാൾ ഈ സിസ്റ്റം വർക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ ഷാഫ്റ്റ് സീൽ ഡ്രൈ ആവുന്നു. അപ്പോൾ ഡ്രൈ ആകുന്ന സമയത്ത് ആ ഭാഗത്തോട്ട് ഓയിൽ കടന്നു വരാതിരിക്കുന്നു. അപ്പോൾ ഓയിൽ കടന്നു വരാതിരിക്കുമ്പോൾ അതിനിടയുള്ള ഗ്യാപ്പ് കൂടുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ അത് റെഫ്രിജറൻറ്റ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ലീക്കേജ് റേറ്റ് മേ ബി ബിറ്റ്വീൻ 50 to 100 gram ഓഫ് റെഫ്രിജറൻറ്റ് പെർ ഇയർ ഈസ് നോർമൽ. അതായത് ഒരു വാഹനത്തിൽ അതിൻ്റെ ലീക്കേജ് എന്ന് പറയുന്നത് 50 to 100 gram മാത്രമേ ഒരു വർഷമുള്ളെങ്കിൽ അത് നോർമലാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ കൂടുമ്പോഴാണ് നമ്മൾ ലീക്കേജ് ആ സിസ്റ്റത്തെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ അതിൻ്റെ എഫിഷ്യൻസി കുറയുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ പ്രഷറാണ്. അപ്പോൾ പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ നോർമലുള്ള പ്രഷറിനെക്കാട്ടും കുറവാണെങ്കിൽ അതിനുള്ളിൽ റെഫ്രിജറൻറ്റ് കുറവാണെന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ വീണ്ടും റെഫ്രിജറൻറ്റ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് വാഹനങ്ങളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന റെഫ്രിജറൻറ്റ് R134A ആണ്. കൂടാതെ ഏറ്റവും പുതിയ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് R1234YF എന്ന് പറഞ്ഞ റെഫ്രിജറൻറ്റ് ആണ്. അപ്പോൾ ആ റെഫ്രിജറൻറ്റ് കൂടുതലായിട്ട് നമ്മുടെ വിപണിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇപ്പം നിലവിലുള്ളത് R134A ആണ്. അപ്പോൾ R134A സിലിണ്ടറിൻ്റെ കളറ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കും.